അസോസിയേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. താങ്കൾ തുടരുക. ഡോക്ടർ ഷാഹിദ കമാൽ, അത് ആത്മാർത്ഥതയോടെയുള്ള ഒരു സമീപനമാണ്, താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ ഡോക്ടർ ഷാഹിദ കമാൽ? തീർച്ചയായിട്ടും ഞാൻ അതിനെ അവിശ്വസിക്കുന്നില്ല. കാരണം അഡ്വക്കേറ്റ് അനിത ഒരു സ്ത്രീ അഡ്വക്കേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ അഡ്വക്കേറ്റ്സുമാരും കുറ്റാരോപിതരാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇത് അഡ്വക്കേറ്റ് അനിത മനസ്സിലാക്കേണ്ടത്, ഇത് ഞങ്ങളാരും വന്നിരുന്ന ചാനലിൽ വന്നിരുന്ന് പറയുന്നതല്ല. അഡ്വക്കേറ്റ് ശ്യാമിനിയും ശ്യാമിനിയുടെ അമ്മയും അടങ്ങുന്ന കുടുംബം പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ കോട്ട് ചെയ്തത്. കാരണം ഈ സംഭവ സമയത്ത് ഞങ്ങൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ വ്യക്തിമായിട്ടുള്ള അഡ്വക്കേറ്റ് ശ്യാമിനിയും ശ്യാമിനി പറഞ്ഞിട്ടുള്ള ശ്യാമിനിയുടെ അമ്മയുടെ അറിവും വെച്ച് അവർ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നും എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞത്. അതായത് ഈ സംഭവം നടക്കുമ്പോൾ സഹപ്രവർത്തകരായിട്ടുള്ള അഡ്വക്കേറ്റുമാർ നോക്കി നിന്നിരുന്നു. അവരാരും തന്നെ തടസ്സം പിടിച്ചിരുന്നില്ല, അവരാരും തന്നെ അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചിരുന്നില്ല എന്ന് അവർ പറഞ്ഞിരുന്നു. 2, പോലീസ് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ബാർ അസോസിയേഷന്റെ സെക്രട്ടറി ശ്രീ അഡ്വക്കേറ്റ് മുരളീധരൻ പറഞ്ഞത് എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ, എഫ്ഐആർ ഇട്ടെങ്കിൽ മാത്രമേ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മടങ്ങിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിന്നിരുന്ന ആളുകളും അവരുടെ കുടുംബവും പറഞ്ഞതിൽ നിന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയതും ഞങ്ങൾ ഇവിടെ ആവർത്തിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചിട്ട് ഒരു വിക്ടിമിന്റെ കുടുംബവും പറയുന്ന കാര്യങ്ങളോട് യോജിച്ച് നിൽക്കാൻ മാത്രമേ എനിക്കും അഡ്വക്കേറ്റ് അനിതയ്ക്കും സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് അനിത വളരെ പോസിറ്റീവായിട്ട് ഒരു വനിതാ വക്കീൽ എന്ന നിലയിൽ അഡ്വക്കേറ്റ് ശ്യാമിനിയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞതിന് 100% ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു പുരുഷനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ്, ഒരു വനിതയായിട്ടുള്ള അഡ്വക്കേറ്റ്, അവിടെയാണ് രണ്ടുപേരും ഒരേ പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവരാണ്, രണ്ടുപേരും അഡ്വക്കേറ്റ് ആണ്. അവിടെ ഈ പറയുന്ന ബെയിലിൻ ദാസിനെ ഒന്നും ആരും അത്ര അങ്ങ് പുണ്യവാളനാക്കിയല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കീഴിൽ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ശ്യാമിനി എന്ന് പറയുന്ന ഒരു വനിതാ അഡ്വക്കേറ്റ്, അവർക്ക് പരിപൂർണമായ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആ സീനിയർ അഡ്വക്കേറ്റിനുണ്ട്. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മളൊരു സീനിയർ അഡ്വക്കേറ്റ് ജൂനിയർ അഡ്വക്കേറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പും വരുത്തേണ്ട ആ വിശ്വാസത്തോടു കൂടി അദ്ദേഹത്തിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാൻ ചെന്ന ഒരു വനിത, അതും ആ വനിത ഡെലിവറി കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതിന് ശേഷം അവരെ തിരിച്ചു വിളിച്ചു. ഞാൻ അവരുടെ അമ്മയുടെ വാക്കുകളാണ് കോട്ട് ചെയ്യുന്നത്. ഇത് അഡ്വക്കേറ്റ് ശ്യാമിനി വരണം, അവർക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അവരാണ് കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് അവർ തിരിച്ചു വരണം എന്ന് നിർബന്ധമായി വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്, ഇതിനു മുമ്പും അവിടെ നിന്ന പല പെൺകുട്ടികളും 1, 2, 3 മാസം മാത്രം നിന്നിട്ട് പോയി. ഇതും അഡ്വക്കേറ്റ് എന്താ, ഞാൻ ഒരു എനിക്ക് ഒരു എന്താ ആധികാരികമായിട്ടുള്ള വിവരമല്ല, അവരുടെ അമ്മയിൽ നിന്ന് കേട്ട വാക്കുകളുടെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അവിടെ 2, 3 മാസം മാത്രമാണ് പല പെൺകുട്ടികളും അവിടെ ജോലി ചെയ്തിട്ടുള്ളത്. ആ പല പെൺകുട്ടികളെയും പലതരത്തിലും ഉപദ്രവിച്ചിട്ടാണ് പുറത്തു പോയിട്ടുള്ളത്. അതുകൂടി അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ജൂനിയർ ആയിട്ടുള്ള പെൺകുട്ടികൾ 1, 2, 3 മാസം കഴിയുമ്പോൾ സീനിയർ അഡ്വക്കേറ്റിന്റെ അടുത്ത് നിന്ന് പോകുന്നത്? അതൊക്കെ നമ്മൾ അപ്പം ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. അപ്പം ഈ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഇദ്ദേഹം ജൂനിയർ അഡ്വക്കേറ്റുമാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, വനിതാ അഡ്വക്കേറ്റുമാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാർ അസോസിയേഷൻ ആണ് ആദ്യം നടപടി എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, ഇന്നലെ തന്നെ ബാർ അസോസിയേഷൻ അയാളെ സസ്പെൻഡ് ചെയ്യണമായിരുന്നു, ഇന്നത്തേക്ക് നീക്കി വെക്കായിരുന്നു. കാരണം ഒരേ പ്രൊഫഷനിലുള്ള 2 പേർ, ഒരു ജൂനിയർ ആയിട്ട് ചെന്ന ഒരു വനിതയ്ക്കെതിരെ ഇത്തരം, അവരുടെ മുഖം കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അവരെ ഒരു പരിചയമില്ലാത്ത നമുക്ക് പോലും കേരളം തന്നെ ഞെട്ടി, അവരുടെ ആ മുഖം കണ്ടാൽ കേരളം അത്തരത്തിൽ അവരുടെ മുഖം, ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിന്റെ കണ്ണാടിയായ മുഖം അടിച്ച് തകർത്തിരിക്കുകയാണ്. അത് കാണുന്ന ഒരു മനുഷ്യനും അത് സഹിക്കാൻ കഴിയില്ല. ആ സ്പോട്ടില് ആ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ബാർ അസോസിയേഷൻ ഏറ്റെടുത്തിരുന്നെങ്കിൽ എത്ര അഭിനന്ദനാർഹമായ കമന്റ്സുകളായിരുന്നു, അല്ലെങ്കിൽ അപ്രീസിയേഷൻ ആയിരുന്നു ഇന്ന് ബാർ അസോസിയേഷന് കിട്ടേണ്ടിയിരുന്നത്. ബാർ അസോസിയേഷന് വിമർശിക്കപ്പെടുന്നെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചു എന്നുള്ളത് അഡ്വക്കേറ്റ് ശ്യാമിനിയുടെയും കുടുംബത്തിന്റെയും വാക്കുകളിൽ നിന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ കുറ്റപ്പെടുത്തുന്നത്. നമ്മളാരും ഈ സംഭവം നടക്കുന്നില്ല. വ്യക്തമാണ് ഡോക്ടർ.